ഡാഡി, ഞങ്ങൾ പഠിക്കാനായി പുറത്തു പോകട്ടെ? എന്താ ടോം, ഈ അടുത്ത് വല്ല എക്സാം ഉണ്ടോ? ഞങ്ങൾ 2 ദിവസം മുമ്പ് പറഞ്ഞത് ഡാഡി മറന്നോ? ഓ യെസ്, സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. പെട്ടെന്ന് ഓർത്തില്ല മക്കളെ. ഇറ്റ്സ് ഓക്കേ ഡാഡി. അതിരിക്കട്ടെ, നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ആണോ പഠിക്കാനായി പോകുന്നത്? അല്ല ഡാഡി, ഞങ്ങൾ നമ്മുടെ ഗാർഡന്റെ അടുത്ത് തന്നെയാണ്. ശരി, മഴയെങ്ങാനും വന്നാൽ വേഗം വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ. മിന്നലിനെ കുറിച്ച് ഡോക്ടർ അങ്കിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടാവില്ലോ അല്ലേ? ഉണ്ട് ഡാഡി, ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ നോക്കാം. ശരി. ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ? എന്ത് പറ്റി ജൂലി? ഒന്നുമില്ല, ഗാർഡനിൽ പോയിട്ട് കുറച്ച് ദിവസമായി. നിങ്ങളുടെ കൂടെ ആകുമ്പോ ഡാഡി സമ്മതിക്കുകയും ചെയ്യും. വേണ്ട ജൂലി, ഞങ്ങൾ പഠിക്കാൻ പോവാ. ഇടയ്ക്ക് നീ സംസാരിക്കാൻ വന്നാൽ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോവും. പ്ലീസ് ടോം, നിങ്ങൾ പഠിക്കുമ്പോ ഞാൻ സംസാരിക്കാൻ വരില്ല. ഗാർഡനിൽ എത്തുന്നവരെ നമുക്ക് സംസാരിച്ചു പോകാമല്ലോ. പാവം ജോലിയല്ലേ, വന്നോട്ടെ ടോം. ശരി, അവിടെ വന്ന് ഒരു പ്രശ്നത്തിന് പോകാതെ മിണ്ടാതിരുന്നോണം കേട്ടോ. ശരി ടോം. ഡാഡി, ഞങ്ങൾ ഇറങ്ങുവാ. ജൂലി ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ശരി മക്കളെ, സൂക്ഷിച്ചു പോയി വരൂ. ശോ, ഈ ഡാഡി. ഞാനില്ലേ ഇവരുടെ കൂടെ? എന്തിനു പോരുന്ന ഈ ജോലി? അതെ, എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങ് പോരും, അതാ പേടി. അങ്ങനെ ഞാൻ പോരുവാ ഡാഡി? പറയാൻ പറ്റില്ല, ചിലപ്പോ പോരുമായിരിക്കും. ഞാനല്ലേ ജോലി. ടീന, നമുക്ക് ഗാർഡന്റെ അറ്റത്തുള്ള മരത്തിന്റെ താഴെ ഇരിക്കാം അല്ലേ? ശരി ടോം, അവിടെ ആകുമ്പോ ഗാർഡനിൽ ആരെങ്കിലും വന്നാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. ആളുകളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും പക്ഷികൾ വന്ന കാര്യം സാധിച്ചാ എനിക്ക് ഓർക്കാനേ വയ്യ ടീനയുടെയും ടോമിന്റെ മുഖം. എന്താ ജോലി, നീ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? പുറത്തേക്കിറങ്ങി എങ്ങനെ പണി പറ്റിക്കാമെന്നാണോ? നിങ്ങളുടെ മുഖത്തെ കുറിച്ച് ഓർത്തതാ. ഞങ്ങളുടെ മുഖത്ത് എന്താ കുഴപ്പം? അത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ നിങ്ങളുടെ സന്തോഷമുള്ള മുഖം ഓർത്തതാ. ആണോ ജോലി? ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ജോലിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ? ഒത്തിരി ഇഷ്ടമായി. റിസൾട്ട് വരാറായിട്ടില്ലല്ലോ, ഇപ്പൊ കഴിച്ചതല്ലേ ഉള്ളൂ. നമുക്കിവിടെ ഇരിക്കാല്ലേ? ശരി ടീന. ജൂലി, നീ അവിടെ പോയി കളിച്ചോ, ഞങ്ങൾ പഠിച്ചു കഴിയുമ്പോ വിളിക്കാം. അപ്പോ അടുത്തെങ്ങും വിളിക്കില്ലായിരിക്കും, കുറെ കളിക്കാം. എന്നാൽ ഇനി നമുക്ക് പഠിക്കാൻ ടീന. ടീന, നീ കുറച്ച് മെല്ലെ വായിക്ക്. എനിക്ക് നിന്റെ ശബ്ദം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. ടോമിന്റെ ശബ്ദം കൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാറിയിരുന്നാലോ? അല്ലെങ്കിൽ നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്തിയാലോ? അതാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഡിസ്റ്റർബൻസ് വരില്ലല്ലോ. ശരിയാ, അപ്പോ എളുപ്പം നമ്മൾ ഓർത്തു വെക്കുകയും ചെയ്യും. എന്നാൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ജീവി ഏതാണെന്ന് പറയൂ. പുലി. തെറ്റ്, പുലിയല്ല. അപ്പോ പിന്നെ തോറ്റോ? ഇല്ലില്ല, ഞാൻ പറയാം. വേണേൽ ക്ലൂ തരാം. എന്നാ ക്ലൂതാ. ടീന പറഞ്ഞ ഉത്തരത്തിന്റെ മുൻപ് ഒരു വാക്ക് ചേർത്താൽ ഉത്തരം റെഡി. എനിക്കറിയാവുന്നതാ, പക്ഷേ കിട്ടി. പുള്ളിപ്പുലി. കറക്റ്റ്. ടീനയ്ക്ക് ഒരു പോയിന്റ്. ഇനി ഞാൻ ചോദിക്കാം. ശരി. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാ? അത് ഈസി അല്ലേ? ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. എന്നാ ഞാൻ ഒട്ടും ഈസിയല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കട്ടീന. സീബ്രയുടെ നിറം എന്താ? ഇതാണോ ഇത്ര ടഫ് ക്വസ്റ്റ്യൻ?
ടോമിനിത് ഈസി ആയി തോന്നിയോ? ഇത് LKG പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. എങ്കി ടോം ആൻസർ പറ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതാർക്കറിയാത്തെ? ഞാൻ ചോദിച്ചത് ടോമിനെന്താ മനസ്സിലായില്ലേ? എന്താ? സീബ്രയുടെ നിറം കറുപ്പിൽ വെള്ള വരയാണോ അതോ വെള്ളയിൽ കറുത്ത വരയാണോ? അതിലെന്താ എത്ര സംശയം? വെള്ളയിൽ കറുത്ത വര. തെറ്റ്. എന്നാ കറുപ്പിൽ വെള്ള വര. ഏതെങ്കിലും ഒന്ന് പറയട്ടോ. ഈ ചോദ്യത്തിന് ലോകത്ത് ആരും ഉത്തരം പറയില്ല. അത് ആർക്കും അറിയാൻ പറ്റില്ല. പറ്റും. ഒരാൾ അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ബുക്കിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുമുണ്ട്. എങ്കി പറ കേക്കട്ടെ. അത് കറുപ്പിൽ വെള്ള വരയാണ് ടോം. അതെങ്ങനെ? സീബ്രയുടെ തൊലി കറുത്തതാണ്. പക്ഷേ മെലാനിൻ എന്ന വർണ്ണഘടകം ഇല്ലാത്ത സ്ഥലമാണ് വെള്ളയാകുന്നത്. കൊള്ളാലേ. അപ്പോ എനിക്കൊരു പോയിന്റ്. ഓക്കെ, ടീന ഇതിന് അർഹയാണ്. ശരിക്കും കമ്പൈൻ സ്റ്റഡി എത്ര നല്ലതാണല്ലേ? അതേ ടോം. ഈ കാർലോസ് എവിടെ പോയി കിടക്കുക? എന്റെ ദൈവമേ, ബോണ്ട, പഴംപൊരി, വട, സുഖിയൻ. ഓ, എന്താടാ ഇവിടെ? ഞങ്ങളെ പോലീസ് ഏൽപ്പിച്ചവനല്ലേ നീ? അതൊക്കെ പഴയ കഥ. ചേട്ടൻ കാർലോസിനെ കണ്ടായിരുന്നോ? പൈസ ഇല്ലാതെ രണ്ടെണ്ണത്തിനെ ഈ വഴി കണ്ടു ഓടുന്നു പറഞ്ഞതല്ലേ? വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് കരുതിയാ. പിന്നെ എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ. സമയം കളയാതെ പോകാൻ നോക്ക് റോക്കി. ഓരോന്ന് കയറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. എടോ കാർലോസ്, 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 താൻ ഉറങ്ങുകയാണോ? ഓ, ഞാൻ ഉറങ്ങുകയാണ്. എന്താ? ആ, എന്നാ താൻ ഉറങ്ങിക്കോ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് ഉറങ്ങിക്കോന്നോ? വന്ന കാര്യം പറ. ബുദ്ധിയില്ലാത്തവൻ. ഒന്നുമില്ലടോ, വെറുതെ ഇരുന്നപ്പോ തന്നെ ഓർത്തു. വേറെ എന്തൊക്കെയുണ്ട് തനിക്ക് ഓർക്കാൻ? എന്നെ വിട്ടൂടെ? താൻ വല്ലതും കഴിച്ചോ? ഇല്ലടോ, ഞാൻ വരുന്ന വഴിക്ക് ആ ചായക്കടയിലൊന്ന് കേറി നോക്കി. ഒന്നും കിട്ടിയില്ലല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കിട്ടിയോ? വയറ് നിറയെ കിട്ടി. നല്ല ചീത്ത കേട്ടല്ലേ? ഈ ലോകത്തിപ്പോ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്നായിട്ടുണ്ട്. അതെ അതെ, പണിയെടുക്കാതെ ജീവിക്കണേ. എന്നെ പോലെ ബുദ്ധി വേണം. നിനക്ക് കുറച്ച് ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അല്ല, തെറ്റാ. എന്ത് തെറ്റാന്ന്? കുറച്ച് ബുദ്ധി പോലും വേണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? എടോ കാർലോസ്, അതേതാണോ ഒരു പെൺശബ്ദം? ഓ, പേടിക്കാനില്ല. വല്ല പ്രേതമായിരിക്കും. അന്ന് ഡോക്ടർ സാമുൽ സാർ പറഞ്ഞല്ലോ പ്രേതമൊന്നും ഇല്ലെന്ന്. പിന്നെ ഞാനൊന്ന് സെമിത്തേരിയിൽ നിന്നും കുഴപ്പമൊന്നുമില്ല തിരിച്ചു വന്നില്ലേ? പ്രേതത്തിന് പോലും വേണ്ടാത്തൊരു ജന്മം. പിന്നെന്താ ടീന? ഇത് ടോമിന്റെ സ്വരമാ. നമുക്കൊന്ന് പോയി നോക്കാം. ഞാനെങ്ങുമില്ല അവറ്റകളുടെ അടുത്തേക്ക്. നമ്മളെയൊക്കെ അവർക്ക് പുച്ഛവാ. ഒന്ന് വാ കാർലോസ്, ഇതുങ്ങൾക്കൊട്ടൊരു പണി കൊടുക്കണം. പഠിപ്പുണ്ടെന്നും പറഞ്ഞു വല്ലാത്ത അഹങ്കാരമാ ഇതുങ്ങൾക്ക്. റോക്കി ചേട്ടാ, ഇവിടെ ഇവിടെ ഇവിടെ. ദേ ജൂലി. എന്താ റോക്കി ചേട്ടാ ഗാർഡന്റെ പിന്നിൽ പണി? പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാ ജൂലി.
വൃത്തികെട്ട ജന്മം. ടോമേ ടീനെ, നിങ്ങളുടെ പഠിപ്പൊന്നും ഇതുവരെ തീർന്നില്ലേ? ഹോ, പഠിപ്പൊരിക്കലും തീരുന്നില്ല. വെറുതെ. എന്റെയൊക്കെ 3-ാം ക്ലാസ്സിൽ വെറും 8 വർഷം ഇരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മാഷ് എന്നെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു. 8 വർഷം അവർ കാത്തു നിന്നോ? ആ മാഷിന് സഹനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണം. എന്താ സ്വകാര്യമായി പറഞ്ഞേ? ഹോ, അത് കുറെ ചീത്തയായിരുന്നു. ആ മാഷ് ആദ്യമായിട്ടാണത്രേ അങ്ങനെയൊക്കെ പറയുന്നത്. പാവം, രാജിവെച്ചു പോയി. പോകും. ആത്മഹത്യ ചെയ്തില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. എന്നിട്ട് താൻ എങ്ങനെ അവിടെ നിന്ന് പോന്നു? എനിക്കിഷ്ടമല്ലായിരുന്നു പോരാൻ. പക്ഷേ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചില്ല. ഒരു ക്ലാസ്സിൽ ഇത്രയും പറവായി പഠിച്ച വേറെ ആരുമില്ലത്ര ആ സ്കൂളിൽ. അതുകൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. ഭാഗ്യം. ഈ ലോകത്ത് തന്നെ കാണുമെന്ന് സംശയം. അതെ, ഇത്രയും പഠിച്ച എനിക്കതിന്റെ എന്തെങ്കിലും അഹങ്കാരമുണ്ടോ കാർലോസ്? അല്ല, താൻ പറ. ഞാൻ പറഞ്ഞ കൂടിപ്പോവും. ടോം പറ, എനിക്ക് അഹങ്കാരമുണ്ടോ? ഏയ്, അഹങ്കാരോ ഇല്ല. പിന്നെ നിങ്ങൾക്കെന്താ ഇത്ര അഹങ്കാരം? ഞങ്ങൾക്ക് എന്ത് അഹങ്കാരം? വലിയ പഠിത്തക്കാരാണെന്നുള്ള അഹങ്കാരം. ആൾക്കാരെ കാണുമ്പോ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ ഞാൻ പല വട്ടം കേട്ടിട്ടുണ്ട്. ചേട്ടൻ സ്കൂളിൽ പോയിട്ടുണ്ടോന്ന് തന്നെ ഞങ്ങൾക്കിപ്പോ സംശയമാ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് ഫാദർ. കേട്ടാ കേട്ടാ, ഇതാ ഞാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് എവരിബഡി. കണ്ട, എവിടെ വടിയുന്നു? അച്ഛന് പോലും ഇഷ്ടമായില്ല. എന്തിഷ്ടമായില്ലെന്ന്? എവിടെ വടിയെന്നല്ല, എവരിബഡി എന്ന് വച്ചാൽ എല്ലാവർക്കും എന്നർത്ഥം. എന്താ റോക്കി പ്രശ്നം? ഞാൻ പറയാം ഫാദർ, ഈ ടോമും ടീനയും എപ്പ കണ്ടാലും എന്നെ കളിയാക്കുക. ആണോ ടീന? ആണോ ടോം? ഇല്ല ഫാദർ. റോക്കി ചേട്ടന്റെ തമാശ കണ്ട ഞങ്ങൾക്ക് ചിരി വരും. അപ്പൊ റോക്കി ചേട്ടൻ വിചാരിക്കും ഞങ്ങൾ കളിയാക്കുകയാണെന്ന്. അല്ല ഫാദർ, ഞാൻ ഇവരെക്കാളും വലുതല്ലേ. ഇവരെന്നെ കാണുമ്പോ ബഹുമാനിക്കാറില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ടോമും ടീനയും എന്നെ വിഷ് ചെയ്ത് കണ്ടില്ലേ? തന്നേക്കാൾ മുതിർന്നതല്ലടോ റോക്കി ഞാൻ. താനോ കാർലോസോ എന്നെ വിഷ് ചെയ്തോ? കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. നമ്മൾ കൊടുക്കുന്നതേ നമ്മൾക്ക് തിരിച്ചു കിട്ടൂ. അത് ടോം, ടീന, നിങ്ങൾ റോക്കിയെ കളിയാക്കരുത്. അവൻ നിങ്ങളെക്കാൾ മുതിർന്നതാണ്. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുക, കേട്ടോ? ശരി ഫാദർ. ശരി ഫാദർ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അച്ചോ. ഞങ്ങൾ തമ്മിൽ ഒരു മത്സരം വേണം. അതിൽ ഞാനും കാർലോസും ഒക്കെ ജയിച്ചാലേ ഇവർക്ക് ഞങ്ങളോട് ബഹുമാനമൊക്കെ ഉണ്ടാവൂ. അത് വേണോ റോക്കി? ദൈവമേ, എന്നെയും പെടുത്തി. വേണം ഫാദർ. ടീന, ടോം, എന്നോട് മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പക്ഷേ ഞങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ. ഹോ, മാനം കാത്തു. കണ്ടാച്ചോ, അവര് തോക്കുമെന്നുറപ്പായപ്പോ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. ഇവനെ ഞാനിന്ന് ഓക്കെ, ഞങ്ങളും റെഡി. അങ്ങനെ വഴിക്ക് വാ. എങ്ങനെയുണ്ട് കാർലോസ്? ഉറക്കത്തിന്ന് വിളിച്ചെണിപ്പിച്ച് പണി തരുന്നൊരു കൂട്ടുകാരൻ. താൻ മാത്രമേ ഉള്ളൂടോ എനിക്ക്. പന്തയം പറയാച്ചോ. ഇത് എന്റെ ചെറുപ്പകാലത്തെ ഒരു പാഠപുസ്തകത്തിലെ കഥയിൽ നിന്നും കിട്ടിയതാണ്. തൃപ്തിയായി. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു കഥ. അതിലെ മത്സരമാണ് ഞാൻ നിങ്ങൾക്കും തരാൻ പോകുന്നത്. റെഡിയാണ് ടോം, ടീന, റോക്കി, കാർലോസ്? റെഡി. റെഡി. ഈ ആവേശം അവസാനം വരെ കാണണം കേട്ടോ. ഓട്ടം വല്ലതുമായിരിക്കും. മത്സരം കഴിയുമ്പോൾ ഉപകാരപ്പെടും. ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങൾ 2 ടീമുകൾക്കും
50 രൂപ വീതം തരും. കൊള്ളാം, പൊറോട്ടയും ഇറച്ചിക്കറിയും കഴിക്കാം. നിങ്ങൾ 2 ടീമിനും ആ കാണുന്ന ഓരോ മുറി വീതം എടുക്കാം. ഈ 50 രൂപ കൊണ്ട് ആര് അവരവരുടെ മുറിയിൽ നിൽക്കുന്നുവോ അവർ വിജയികൾ. നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങിയപ്പോ തന്നെ കഴിഞ്ഞോ ഫാദർ? ഒന്ന് വാറോക്കി, വെറുതെ അച്ഛനെ കൊണ്ട് പാവം ചെയ്യിക്കില്ലേ. പിതാവേ, ഇത്രയും ക്ഷമ തന്നതിന് ഒത്തിരി നന്ദി. എടോ റോക്കി, കിട്ടിയ പൈസയുമായി മുങ്ങാം. ഇന്നത്തെ ഭക്ഷണമെങ്കിലും നന്നായി കഴിക്കാമടോ. ഇല്ല, എനിക്കിന്ന് മത്സരമാ വലുത്. താൻ എന്തുകൊണ്ടാ മുറി നടക്കുമെന്ന് ആലോചിക്ക്. മണ്ടത്തരങ്ങൾ കൊണ്ട്. ഏ അതാവുമ്പോ തന്നെ ഒരിക്കലും അവർക്ക് തോപ്പിക്കാൻ പറ്റില്ല. എന്നെ താനിപ്പോ കളിയാക്കിയതാണല്ലേ കാർലൂസ്? ഓ ദൈവമേ, ഞാൻ ഇത്രയും പാപം ചെയ്തിട്ടുണ്ടോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. താനൊരു ഐഡിയ പറയടോ. താൻ എന്റെ കൂട്ടുകാരനല്ലേ? ഐഡിയ ഒക്കെ പറഞ്ഞുതരാം. പക്ഷേ 4 ആളിന്റെ മുന്നിൽ വെച്ച് കൂട്ടുകാരനെന്നെങ്ങാനും പറഞ്ഞ ആ ഇല്ല, ഐഡിയ പറ. നമ്മുടെ സിറ്റിയിലെ വേസ്റ്റ് എന്തുമാത്രം ഉണ്ടാവും? കൊണ്ടുപോകുന്ന ആളെ തനിക്കറിയില്ലേ? അത് കൊറേ ഉണ്ടാവും. അത് വാങ്ങണമെങ്കിൽ പൈസയും കൊടുക്കണ്ട. അത് കൊണ്ടുപോകുന്ന ആളെ എനിക്കറിയാം. ദേ വരുന്നു അയാള്. എന്തെങ്കിലും പറഞ്ഞ് ആ വണ്ടിയിൽ വേസ്റ്റ് എല്ലാം നമുക്ക് വാങ്ങണം. അതുകൊണ്ടുപോയി മുറി നിറയ്ക്കാം. ഓക്കെ? എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? തന്നെയൊക്കെ ആരെങ്കിലും മറക്കൂ? കണ്ടോ കാർലൂസ്, ബഹുമാനം ബഹുമാനം. ഇനിയും നിന്ന് മാനം കളയാതെ കാര്യം പറ റോക്കി. ഈ വേസ്റ്റ് മുഴുവനും എനിക്ക് വേണം. എന്തു പറയുന്നു? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കോ റോക്കി? തനിക്കിത് എന്തിന്റെ കേടാടൂ? ഞങ്ങൾക്ക് തന്നെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയടോ. അതൊരു കുറ്റമാണോ? ഈ വണ്ടിയും കൂടി തരണം. ഇത് കൊണ്ടുപോയി കളയാൻ. എല്ലാം കഴിയുമ്പോൾ 10 രൂപയും തരും. എന്തു പറയുന്നു? എനിക്ക് എന്തു പറയണമെന്നറിയില്ല. സന്തോഷം കൊണ്ടാണല്ലേ? മുഖം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇല്ല, നിന്നെയൊക്കെ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. വണ്ടി കൊണ്ടുപോയിക്കൂ. ആവശ്യം കഴിഞ്ഞ് തിരിച്ചിതേപടി കൊണ്ട് തന്നേക്കണം. ശരി ചേട്ടാ. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്നും പോന്നേര് ഞാൻ തന്നേക്കാം. എന്തേ? റോക്കി മിക്കവാറും വരുമായിരിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. കാർലൂസ്, സമയം കളയാതെ വാ. നമുക്ക് എളുപ്പം അവിടെ എത്തണം. എന്തായാലും പന്തയത്തിൽ നമ്മൾ ജയിക്കൂ. ഈ ബുദ്ധി എന്തായാലും അവർക്ക് തോന്നില്ല. ശരിയോ? ആ സ്ഥിതിക്ക് നമ്മൾക്കെന്തെങ്കിലും ആത്മാർത്ഥമായി കഴിച്ചാലോ? അതെ, വരൂ. നമുക്ക് ചായക്കടയിലേക്ക് പോകാം. അയാൾക്ക് നമ്മളോട് നല്ല പുച്ഛമുണ്ട്. അതിന്ന് മാറ്റിക്കൊടുക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. എന്നോടൊപ്പം നടന്ന് ഈയിടെയായി കാർലൂസിനും മുത്ത് കൂടിക്കൂടി വരുന്നുണ്ട്. എന്റെ സംശയം നിന്റെ കൂടെ നടന്ന് എന്റെ ഉള്ള ബുദ്ധിയും കൂടെ കുറഞ്ഞു പോയെന്ന. ടീന, എന്ത് ചെയ്യും? ഈ പൈസയും കൊണ്ട് കിട്ടുന്ന ബലൂൺ വാങ്ങി ഊതി വീർപ്പിച്ചിട്ടാലും ആ മുറി നിറയില്ല. ശരിയാണ്. ആകെ 50 രൂപ. ദേ, ആ കുരിശുവരെ കണ്ടോ? നമുക്ക് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. ശരിയാണ്. ഇനി അതേ ഉള്ളൊരു വഴി. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ജയിക്കേണ്ടതാണ് ഈ മത്സരമെങ്കിൽ ഞങ്ങളുടെ മനസ്സും ശരീരവും സജ്ജമാക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ദൈവമേ, പ്രാർത്ഥിച്ചപ്പോ തന്നെ കരണ്ടും പോയോ? അപശകുനാണല്ലോ.
ശുഭശകുനമാണ് ടോമി. ദൈവം നമുക്ക് വഴി കാണിച്ചു തന്നതാണ്. എന്താ ടീന നീ പറയുന്നേ? ടോമേ ടീനെ, ഇനിയും സമയമുണ്ട്. നാണം കെടണ്ടെങ്കിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോ. ഇനി അതും പറ്റില്ല. ദേ അച്ഛൻ വരുന്നു. അച്ചോ, അവര് തോറ്റു. ആ നിപ്പ കണ്ടില്ലേ? ഞങ്ങളുടെ മുറി ആദ്യം നോക്ക്, എന്നിട്ട് ഞങ്ങളെ വിജയികളെ പ്രഖ്യാപിക്ക്. എന്താ ടോം, ഞാൻ അവരുടെ മുറി നോക്കിക്കോട്ടെ? ഉം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലേ മക്കളെ? എന്തായാലും ഞാൻ അവരുടെ മുറി കണ്ടിട്ട് വരാം. തുറക്കു റോക്കി, മുറി മുഴുവനും നിറച്ചൊന്നു നോക്കട്ടെ. കേറി വായച്ച, നോക്ക്. എങ്ങനെയുണ്ടച്ച? നിറഞ്ഞു നിൽക്കുന്നില്ലേ? റോക്കി, കാർലൂസ്, ദൈവമേ, ഞാൻ ഇവരുടെ മുറി കൂടെ കണ്ടിട്ട് വരുന്നുണ്ട്. അച്ഛന്റെ സംസാരത്തിൽ ഒരു പല്ലുകടി ശബ്ദം കേട്ടതുപോലെ തോന്നിയില്ലേ? ആണോ? നമ്മൾ ഇത്രയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. അതെ, ഇത്രയും ചെയ്ത് കളയുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. അല്പം നാറ്റമുണ്ടല്ലേ കാർലൂസ്? അതൊഴിച്ച എല്ലാം ഓക്കെ അല്ലേ? അതെ, തൊഴിച്ചാൽ എല്ലാം ഓക്കെ ആവുന്ന എന്റെ വിശ്വാസം. അതിപ്പോ അച്ഛൻ ചെയ്യുമോന്നാ എന്റെ പേടി. അവരുടെ മുറിയിൽ നിന്നും എന്താ അച്ഛൻ ഇതുവരെ ഇറങ്ങാത്തത്? പോയി നോക്കാം. മക്കളെ, ടോമേ, ടീനെ, അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടേതോ? നിങ്ങൾ നിറച്ചു നിങ്ങളുടെ മുറി ചാപ്പും ചവറും അഴുകിയ വസ്തുക്കളും നാറ്റവും കൊണ്ട്. ഇവരുടെ മുറി പ്രകാശവും സുഗന്ധവും ഭക്തിയും കൊണ്ട് നിറച്ചു. നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. ചുരുക്കി പറഞ്ഞ, ഞങ്ങൾ തോറ്റു. എന്നാ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ. ധൃതി പിടിക്കാതെ കാർലൂസ്, പ്രൈസ് ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ പോകാൻ വരട്ടെ. ഓ, സെക്കൻഡ് പ്രൈസ് ഉണ്ടല്ലേ? തന്നേക്കച്ചോ. മര്യാദയ്ക്ക് ആ മുറി വൃത്തിയാക്കിയിട്ട് പോയാ മതി രണ്ടെണ്ണം. കേട്ടല്ലോ? ആ ചെവിയച്ചോ. കറക്കല്ലേ ചെവിയെ പിടിച്ച്. ഇവരുടെ ഒരു കാര്യം. ഓ, പ്രൈസും കിട്ടി. സമാധാനമായല്ലോ. അയ്യോ, തന്റെ ഐഡിയ അനുസരിച്ച എന്നെ വേണം മുക്കാലി കെട്ടി തല്ലാൻ. ആ, അറിയാഞ്ഞിട്ടല്ല, മുക്കാലി കിട്ടണ്ടേ? പിതാവേ, ഈ പാപികളോട് ക്ഷമിക്കണമേ. ഈ സന്ദർഭത്തിന് യോജിച്ചതാണ് ഈ വചനങ്ങൾ. കേൾക്കൂ മക്കളെ, നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ.